നമസ്കാരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും ന്യൂയോർക്കിലെ തടവറയിലേക്ക് മാറ്റി. ഇരുവരെയും നാളെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അതിനിടെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ ഇടക്കാല പ്രസിഡന്റായി വെനസ്വേലൻ സുപ്രീം കോടതി നിയമിച്ചു. മഡുറോയുടെ വിശ്വസ്തയാണ് ഡെൽസി റോഡ്രിഗസ്. വെനസ്വേല ആരുടെയും കോളനിയാകില്ല എന്ന് ഡെൽസി പറഞ്ഞു. നീണ്ടകാലത്തെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കും ഒടുവിലാണ് നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യ സിലിയ ഫ്ലോറസിനെയും അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തത്. ന്യൂയോർക്കിലും എത്തിച്ചു. മയക്കുമരുന്ന് കടത്ത്, അഴിമതി, മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. നാളെ ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ ഇവരെ ഹാജരാക്കുന്നത് വരെ ലോകം എന്തായാലും വിഷയം സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെനസ്വേലൻ സുപ്രീം കോടതി മഡുറോ അനുകൂല നിലപാടാണ് പാരമ്പര്യമായി സ്വീകരിച്ചു പോരുന്നത്. പ്രതിപക്ഷത്തിന് അധികാരം കൈമാറുന്നതിന് പകരം വൈസ് പ്രസിഡന്റിനെ തന്നെ ഇടക്കാല പ്രസിഡന്റ് ആക്കിയതിലൂടെ മഡുറോ ഭരണകൂടത്തിന്റെ തുടർച്ച ഉറപ്പാക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ പ്രസിഡന്റ് തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാക്കൾ ഡെൽസി റോഡ്രിഗസിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇത് രാജ്യത്ത് ആഭ്യന്തര കലാപത്തിനും വഴിവെച്ചേക്കാം. വെനസ്വേലൻ സൈന്യവും ആർക്കൊപ്പം നിൽക്കുമെന്നത് നിർണായകമാണ്. ഇതുവരെ മഡുറോയെ പിന്തുണച്ചിരുന്ന സൈന്യം ഡെൽസി റോഡ്രിഗസിനെ പിന്തുണയ്ക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. ഡെൽസി റോഡ്രിഗസിനെ അംഗീകരിക്കാൻ US തയ്യാറാകുമോ എന്നതാണ് അടുത്ത അടിയന്തര പ്രശ്നം. US ഭരണം ആണ് വെനസ്വേലയിൽ ഉണ്ടാവുകയെന്നും ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാകുന്നതുവരെ US അധികാരം നടത്തുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രസ്താവിച്ചിരുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടാണ് ഡെൽസി റോഡ്രിഗസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം പരമാധികാര രാജ്യത്തിന്റെ ഭരണാധിപനിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് ശത്രുരാജ്യത്ത് ഏകാന്ത തടവുകാരനായി മാറിയിരിക്കുകയാണ് നിക്കോളാസ് മഡുറോ. അന്താരാഷ്ട്ര ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കാരക്കസിലെ കിടപ്പുമുറിയിൽ നിന്നാണ് അമേരിക്ക വെനസ്വേലൻ പ്രസിഡന്റിനെ കടത്തിക്കൊണ്ടുപോയത്. ആദ്യം കരീബിയൻ കടലിൽ കാത്തുകിടന്ന US യുദ്ധക്കപ്പലിലേക്കാണ് മാറ്റിയത്. പിന്നീട് ക്യൂബയിലെ ഗ്വാൻറ്റനാമോ ബേ നാവിക കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. മഡുറോയെയും ഭാര്യ ഫ്ലോറസിനെയും തുടർന്ന് US വിമാനത്തിൽ ന്യൂയോർക്കിലേക്ക് എത്തിക്കുകയായിരുന്നു. കൈവിലങ്ങ് വെച്ച നിലയിൽ പുറത്തിറങ്ങിയപ്പോൾ ചുറ്റും നിന്നവരോട് അദ്ദേഹം സന്തോഷവാനായി ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുവെന്നും വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. ഈ സംഭവം ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവനെ മറ്റൊരു രാജ്യം സൈനിക നീക്കത്തിലൂടെ പിടികൂടുന്നത് ആധുനിക ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണ്. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന് മേൽ അമേരിക്ക കണ്ണുവെക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. വരും ദിവസങ്ങളിൽ UN പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്നും ഉറപ്പാണ്. അതേസമയം നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും US സൈന്യം രാത്രി നടത്തിയ ഓപ്പറേഷനിലൂടെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയതിന്റെ ഞെട്ടലിലാണ് അവരുടെ രാജ്യം. റോഡുകളൊക്കെ വിജനമാണെന്നും കടകളിൽ ഭൂരിഭാഗം അടഞ്ഞു കിടക്കുകയാണെന്നും തുറന്ന സൂപ്പർ മാർക്കറ്റുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ഉണ്ടെന്നും ഭക്ഷണക്ഷാമം അടക്കം ഉണ്ടാകാമെന്നും ഒക്കെ പലരും ഭയപ്പെടുന്നുണ്ട്. മഡുറോയെ അനുകൂലിക്കുന്നവർ ചില നഗരങ്ങളിലൊക്കെ പ്രതിഷേധ റാലി നടത്തുന്നുണ്ട്. എന്നാൽ കാര്യമായ ഒരു വലിയ പ്രതിഷേധമൊന്നും ആ രാജ്യത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. ഈ സൈനിക നീക്കത്തെ എന്തായാലും റഷ്യ, ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഒരു പരമാധികാര രാജ്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്.